നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് മസാല ദോശ കഴിക്കാൻ ആഗ്രഹം തോന്നുവാണെങ്കിലേ റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട കേട്ടോ. ഇച്ചിരി ദോശമാവ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മസാല ദോശ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കാണാവേ. അതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് പച്ചരി ആണെങ്കിൽ അരക്കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഉഴുന്നും കൂടി ഇട്ടതിന് ശേഷം കുറച്ചൊരു ഉലുവയും കൂടെ ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുവാണ്. ഉലുവയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും നമുക്ക് വെള്ളത്തിലൊന്നും കുതിരാനിട്ട് വെച്ചേക്കാം കേട്ടോ. നമുക്ക് ഉലുവയും ഉഴുന്നുപരിപ്പും പച്ചരിയും കൂടെ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം കേട്ടോ. ഞാനിവിടെ 3 മണിക്കൂറിന് ശേഷം കുതിർത്തി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇവ മൂന്നും കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അതിനുശേഷം ഞാനിവിടെ ഒരു ചെറിയൊരു ബൗളിന് 1 കപ്പ് ചോറും കൂടി ഇതിലേക്ക് ഈ സമയം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മാവൊന്ന് പുളിച്ച് വരാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് സമയം ഈസ്റ്റ് ഒഴിവാക്കിയിട്ട് സോഡാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഉപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ആൾക്കാരൊന്നും ഈ രാത്രിയിൽ ഇങ്ങനെ നമ്മൾ കുഴച്ച് വെക്കുന്ന സമയം നമ്മൾ ഓവർനൈറ്റ് വെക്കുമല്ലോ മാവ്, ആരും തന്നെ ഉപ്പ് ഈ സമയത്തേക്ക് ഇട്ട് കൊടുക്കത്തില്ലായിരിക്കും, രാവിലെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കും കേട്ടോ. പക്ഷേങ്കിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഞാനിവിടെ അതേ നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ച് ഓവർനൈറ്റ് ഫുള്ള് വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ രാവിലെ തലേന്ന് എന്തായാലും നിങ്ങൾക്കതറിയാമല്ലോ, നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ രാത്രിയിൽ തന്നെ മാവ് ഇതുപോലെ കുഴച്ച് വെച്ച് മൂടി വെച്ചിട്ട് കിടക്കും. രാവിലെ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പുളിച്ച് വരും. ഇനി അതവിടെ മാറിയിരിക്കട്ടെ. നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ടൊരു മസാല ആവശ്യമുണ്ട്. ആ മസാല നമുക്ക് ഒന്നിവിടെ റെഡിയാക്കി എടുക്കണം. അതിനാദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2-3 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വെളുത്തുള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എന്ന് വെച്ചാൽ വലിയ ജീരകമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയ സവാള, അത്യാവശ്യം മുഴുപ്പുള്ള ഒരു സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്കും വെളുത്തുള്ളിയിലേക്കും വലിയ ജീരകത്തിലേക്കും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. നമ്മുടെ സവാള ഒന്ന് ഏകദേശം വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഈ സമയം കുറച്ചൊരു ചെറിയ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഈ ക്യാരറ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും നമുക്കിതിന് ഈ സമയം ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ക്യാരറ്റും പച്ചപ്പയറും കിഴങ്ങും മാത്രമേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവയെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കിഴങ്ങാണ് ചേർക്കാൻ പോകുന്നത്. കിഴങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ബേ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ബേ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവയിലയില്ലേ, അതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതിൻ്റെ ഇലയാണ് ബേ ലീഫ്. ബേ ലീഫ് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ച് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ കിഴങ്ങും ബാക്കിയുള്ള വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് നമുക്കൊന്ന് കുക്കായി കിട്ടണം. നല്ല വെന്ത് നമുക്ക് ഉടഞ്ഞ് കിട്ടുന്ന പരുവമില്ലേ, അത്രയും തന്നെ നമുക്ക് വെന്ത് കിട്ടണം. എങ്കിലാണ് നമുക്ക് ആ ഒരു മസാല ദോശ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. നിങ്ങൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഈ സമയം കുക്കറിലിട്ട് വേവിച്ച് കൊടുക്കാം. ഞാൻ കുക്കറിലൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെ വെച്ച് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാവ് ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഉപ്പ് ഈ മസാലയിലേക്ക് വേണ്ട. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് മൂടി വെച്ച് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് സമയം കൊടുക്കാം.
ഇടയ്ക്കൂടെ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വെള്ളമൊന്നും വറ്റി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം വെന്തും കിട്ടിയിട്ടില്ല. നമ്മുടെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ അറിയാതെ വെള്ളം വറ്റി പോവുകയാണെങ്കിൽ നമ്മുടെ ഗ്രേവി ഇതുപോലെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്, വെന്ത് കിട്ടുന്നിടം വരെ. കിഴങ്ങൊക്കെ വേകാൻ ഇവിടെ എനിക്ക് ആകെ ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ. അതിനുശേഷം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തവി കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് കൊടുക്കുക, ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കുക വെന്ത് കിട്ടിയതിന് ശേഷം കേട്ടോ. ഇനി ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിവിടെ സ്റ്റൗ ഒന്ന് ഓഫായി കൊടുക്കാം. നമ്മുടെ മസാല ദോശയിലുള്ള മിക്സ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ആയി കിട്ടിയാലും മതിയാവും. നമുക്കിനി മസാല ദോശ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ദോശ ചുടാനായിട്ട് വലിയൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി കിട്ടിയതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതുപോലൊരു വലിയൊരു തവിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പാനിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കണേ. അതിനുശേഷം നമ്മുടെ കയ്യിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ദോശമാവിൻ്റെ മേലെ കൂടെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ആ ദോശ വെന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണ്, അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ നമ്മുടെ ദോശയിലേക്ക് ഇതുപോലെ നമ്മൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ നെയ്യ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നമ്മുടെ മസാല ദോശ കിട്ടും. അങ്ങനെ ദോശ നമ്മുടെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ മസാല ദോശയിലേക്ക് ഇടുന്ന മിക്സ് നമുക്ക് ആ ഗ്രേവി ഇല്ലേ, ആ ഗ്രേവി നമുക്ക് ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് എല്ലാ സൈഡിലേക്കെല്ലാം നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അകത്തെ ഫില്ലിങ്സുമായിട്ട് നമ്മുടെ മസാല ദോശയുടെ ഇരുവശങ്ങളും അകത്തേക്ക് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് തിരിച്ചും മറിച്ചും കൂടി ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം. നമ്മൾ ചൂടോടെ ഇത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇരിക്കും തോറും ഇത് കുറച്ച് തളർത്തു പോകും, സാരമില്ല. നമ്മൾ കഴിക്കാൻ നേരം നമുക്ക് ഒരു പാനിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും നമുക്കിതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവേ. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും എത്ര സിമ്പിളായിട്ടാണ് നമ്മളിവിടെ മസാല ദോശ റെഡിയാക്കി എടുക്കുന്നതെന്ന്. ഒരു പാടുമില്ല, ഈസിയാണ്. കുറച്ച് നമുക്ക് വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ കയ്യിൽ ഇടാനില്ല എന്നുണ്ടെങ്കിൽ തന്നെ കിഴങ്ങുണ്ടെങ്കിൽ മാത്രം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് മസാല ദോശ തന്നെ കഴിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ നെക്കാനൊന്നും ആരും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഓരോരുത്തരും നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നേരത്തേതുപോലെ തന്നെ തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ല ഒന്നല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ നമുക്കിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്, കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. എല്ലാവരും തന്നെ ഇപ്പോൾ മിക്കവരും ഇതുപോലെ മസാല ദോശ വീട്ടിലാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് അവർക്ക് കഴിക്കാനും ഇഷ്ടമാകും. മസാല ദോശ എന്നൊക്കെ പറയുവാണെങ്കിൽ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ ദോശയൊക്കെ വെറുതെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ മടിയായിരിക്കും. മസാല ദോശയൊക്കെ ആകുമ്പോൾ അവർക്ക് ഇഷ്ടത്തോടുകൂടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.